ഹലോ ഇറ്റ്സ് മീ ഗീതു. അപ്പോൾ ഇന്ന് എൻ്റെ പുതിയൊരു വീഡിയോ ആണ്. ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഈ രാവിലെ തന്നെ ഞാൻ ഒരുങ്ങിക്കേണ്ടി ഈ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് ഞാൻ എവിടേക്കാന്നില്ല, ഞാൻ പഴനിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നായിരുന്നു ഈ ഒരു ഓഫർ വന്നിട്ട് വരികയാണെങ്കിൽ വന്നു, പിന്നെ ഒന്നും നോക്കില്ല, അങ്ങനെ പോയി ഞാൻ. സത്യാവസ്ഥ എന്താണെന്നാൽ ഈ ട്രിപ്പിൽ എനിക്ക് 100-90% ആൾക്കാരെ അറിയില്ല. ആകെ അറിയുന്നത് ഇവൾ മാത്രമാണ് കേട്ടോ. പിന്നെ ഒരു വലിയമിനിയും കൂടെ അറിയാം. അപ്പോൾ നേരെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനാണ്. രാവിലത്തെ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ നേരെ കയറി കൈ കഴുകിയിരുന്നു. എനിക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാണ് അവിടെ നിന്ന്. ഒരു സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ മസാല ദോശയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മസാല ദോശ പറഞ്ഞു, അവൾ മസാല ദോശ തന്നെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല ചൂടായതുകൊണ്ട് അവിടെ ചായ കിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഐസ്ക്രീമാണ് കേട്ടോ എടുത്തത്. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് തൊട്ടടുത്ത് ഒരു ചായക്കട കൂടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൽ ചായ കുടിക്കാൻ പോകണവർക്ക് പോകാൻ പറഞ്ഞു. എനിക്ക് ഈ ഐസ്ക്രീം കഴിച്ച് വയറ് നിറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ എവിടെയും പോകാണ്ട് ആ ബസ്സിൽ ട്രാവലറിൽ തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ പഴനി എത്തി. പിന്നെ പഴനി എത്തിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോണൊക്കെ മേടിച്ച് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ വേറെ തൊഴുകി അങ്ങനെ ഞങ്ങൾ എങ്ങനെയോ മല കയറി ഇറങ്ങി ദർശനമൊക്കെ കണ്ട് നേരെ അടുത്തത് പോകുന്നത് തിരുമൂർത്തി മലയാണ് കേട്ടോ. അവിടെ പോയിട്ട് കുളിക്കാനൊക്കെ പറ്റും പറഞ്ഞുകൊണ്ട് നല്ല മനസ്സിനെ ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ പഴനിയിലൊരു വൈബ് പിടിക്കാൻ വേണ്ടി പഴനിയിൽ തോർത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ഇടാമെന്ന് വിചാരിച്ചു. അതെന്തോ ഉപകാരമായി, കാരണം കുറേ മല കയറാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തോർത്തൊക്കെ തലയിലിട്ട് കയറി, അതുകൊണ്ടൊരു രക്ഷയായി. പിന്നെ അവിടെ പോയിട്ട് ഞങ്ങളൊന്നും മേടിച്ചില്ല, കാരണം എൻ്റെ വണ്ടി വന്ന ഒരു കുട്ടി ഐസ്ക്രീം മേടിച്ചിട്ട് അത് കുരങ്ങ് കൊണ്ടുപോയി തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി പഴനിയേക്കാളും കുരങ്ങ് ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അധികം ഒന്നും മേടിക്കാൻ നിന്നില്ല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സെഞ്ചിയുണ്ടെങ്കിൽ അപ്പോൾ തട്ടിപ്പറിച്ചിട്ട് പോകണം. അപ്പോൾ അവിടെ പോകണവൻ്റെ മെയിൻ ശ്രദ്ധയ്ക്ക് കുരങ്ങുണ്ടെങ്കിൽ നമ്മളൊരു സാധനം കൈ പിടിച്ചിട്ട് കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. പക്ഷെ വഴിയരികിൽ ഫുള്ള് കാട്, ഒരു വൈബായിരുന്നു കേട്ടോ. നല്ലൊരു ചൂടുണ്ട്, എന്നാലും ഒരു തണലുള്ള പോലെ. അങ്ങനെ ഫുള്ള് കാട് പ്രദേശവും പിന്നെ പാറക്കല്ലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ എത്തി, സ്ഥലം എത്തിയിട്ടാണ്. അവിടെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല തണുത്ത വെള്ളം, പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളമാണ്. പിന്നെ നിറയെ നേരം കുളിച്ചിട്ടുണ്ടായിരുന്നു. കുളിച്ച് ഞങ്ങൾ വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ നേരെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി. അവിടെ ഡ്രസ്സ് മാറ്റി തനിച്ച് ലേഡീസിന് റൂമുള്ളത് നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി കുളിച്ച് ഡ്രസ്സ് മാറ്റി. പിന്നെ വരുമ്പോഴേക്കും അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കണം പറഞ്ഞപ്പോൾ ഈ ഇലന്തി വടയാണ് അവിടുത്തെ സ്പെഷ്യൽ. എല്ലാ കടയിലും അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആകെ വിലക്കമ്മയത് കണ്ടത് ആ ഒരു ബിങ്കോ ആണ്. കാരണം അവിടുത്തെ 30 രൂപയുടെ സാധനമൊക്കെ അവിടെ 60 രൂപ അങ്ങനെയൊക്കെയാണ്, നല്ല വില കൂട്ടിയിട്ടുണ്ട്. പിന്നെ പോണ വഴിക്ക് ഈ ഒരു ഡാമും കണ്ടിരുന്നുണ്ട്. പിന്നെ അവിടെ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അവിടെയും വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റേ നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഷോപ്പിംഗ് വേണ്ട, ഒന്നും ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോയി 40 രൂപൻ്റെ ജ്യൂസ് MRP 40 ആണെങ്കിൽ അവിടെ കാണിക്കുന്നത് അവർ 60 അങ്ങനെയൊക്കെ. പിന്നെ കുറേ പേര് പഴവും മുറുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോണത് അണ്ണാമലയിലുള്ള മാസാണിയമ്മൻ ടെമ്പിളാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് എല്ലാവരും ഷോപ്പിംഗ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ മാത്രം എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഷോപ്പിംഗ് ചെയ്ത് നിറയെ സാധനങ്ങളുണ്ട്. അമ്പലമാണെങ്കിൽ ഭയങ്കര വലുതും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കളർഫുള്ളുമാണ്, ഒരു പീസ്ഫുള്ളാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിന്നേ അറിയാത്ത പോലെ നല്ല ഒരു വലിയൊരു അമ്പലമാണ് കേട്ടോ. പിന്നെ അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ആ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയി ദർശനവും കാണാൻ വേണ്ടി ലൈൻ നിൽക്കുന്നുണ്ടായിരുന്നു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ദർശനം കിട്ടാൻ കുറച്ച് സമയം എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നാണ്. ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പീക്കിട്ട് ചെക്ക, നല്ല വായും കുറുമ്പൊക്കെ കാണട്ടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി പ്രസാദമൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങനെ പർച്ചേസിന് ഇറങ്ങിയിട്ടാണ്. പിന്നെ എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നുകൊണ്ട് എനിക്ക് ടെഡി ബിയർ വാങ്ങണമെന്ന്. പക്ഷെ അവിടെ പ്രതീക്ഷിക്കാണ്ട് എനിക്ക് പെട്ടെന്ന് വാങ്ങാൻ തോന്നിയതാണ്. കാരണം പഴനിയെ ചോദിച്ചപ്പോൾ ഇത് 1400 പറഞ്ഞു, ഇവിടെ ചോദിച്ചപ്പോൾ 700 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും നോക്കില്ല, പൈസ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഞാൻ മേടിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ.